തങ്കച്ചൻ സാറ് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് അദ്ദേഹം ഗുരുതുല്യനും പിതൃതുല്യനുമായ ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം ദീർഘകാലം UDFൻ്റെയും KPCCയുടെയും ഒക്കെ നേതൃപരമായ മേഖലകളിലേക്ക് അദ്ദേഹത്തിന് വരുവാൻ കഴിഞ്ഞു. സ്പീക്കർ എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അദ്ദേഹത്തിന് മുമ്പോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതും, ഒപ്പം തന്നെ അന്ന് അദ്ദേഹം മുനിസിപ്പൽ ചെയർമാനായി വരുമ്പോൾ അന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും ചെറിയ പ്രായത്തിൽ 26ാമത്തെ വയസ്സിൽ അദ്ദേഹം കടന്നു വരുന്നു എന്നുള്ളതാണ്. അന്നു മുതൽ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നിരുന്ന ആ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം വരെ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞു. സ്പീക്കർ എന്ന നിലയിൽ ഇവിടെ ഉയർന്നു വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കലുഷിതമാവാതെ നോക്കുമ്പോഴും അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പാക്കി നിലനിർത്തി മുമ്പോട്ട് പോകാൻ അദ്ദേഹം എന്നും ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം സഭയിൽ ഉയർന്നു വരുന്ന എല്ലാ വിഷയങ്ങളും നാടിൻ്റെ മാറ്റത്തിനും മുന്നേറ്റത്തിനും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ആരുടെയും ശബ്ദം അടങ്ങിപ്പോകരുത്, അത് ഉയർന്നു തന്നെ വരണം എന്നത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ്. പ്രിയപ്പെട്ട തങ്കച്ചൻ സാറിൻ്റെയും വേർപാടിലുള്ള അനുശോചനവും ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്.